ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം വീഡിയോ ഇടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളും അതിനുവേണ്ടി കാത്തിരുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇടയ്ക്കത്തെ ആ ഒരു കാലതാമസം ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓറ എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് എല്ലാ വ്യക്തികളുടെയും നമ്മളുടെ ശരീരത്തിന് ചുറ്റും ഒരു പ്രഭാവലയമുണ്ട്, ഓറ എന്ന് പറയും. അപ്പോൾ സ്പിരിച്വലി കണക്റ്റഡായി അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തികളുടെയും ആ ഒരു ഓറ എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കും. അപ്പോൾ അതിനെ വളരെ മാഗ്നറ്റിക്കായിട്ട്, വളരെ അട്രാക്റ്റീവായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്, കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെയും മുന്നിൽ നമ്മൾക്ക് ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ആ ഒരു പ്രപഞ്ചശക്തി എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ആ ഒരു ശരീരത്തിന് ചുറ്റും വരുന്ന ആ ഒരു പ്രഭാവലയമാണ്. അപ്പോൾ അത് വളരെ മാഗ്നറ്റിക്കും വളരെ അട്രാക്റ്റീവുമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെയാകും, അല്ലെങ്കിൽ നമ്മളുടെ സ്പിരിച്വലി പ്രപഞ്ചശക്തിയുമായിട്ട് എത്രയും കണക്റ്റഡ് ആകുമ്പോൾ, അലൈൻ ആകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പവർ നിങ്ങളുടെ ഓറയ്ക്ക് വരുന്നത്, ലഭിക്കുന്നത് എന്നുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സ്നേഹവും നല്ല സജഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ സ്പിരിച്വലി കണക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഭക്തിമാർഗം അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വാലിറ്റി എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ, നമ്മളുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് പറയുന്ന ഘടകങ്ങളെയെല്ലാം വളരെ പരിശുദ്ധമായിട്ടും പവിത്രമായിട്ടും നമ്മളുടെ പാസ്റ്റ് കർമ്മ, പാസ്റ്റ് ലൈഫ് കർമ്മ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും വളരെയധികം ക്ലെൻസ് ചെയ്ത് അല്ലെങ്കിൽ ഹീൽ ചെയ്ത്, അല്ലെങ്കിൽ കർമ്മങ്ങളെ നമ്മൾ അതിന് പ്രായശ്ചിത്തമായിട്ട് മന്ത്രങ്ങൾ ചൊല്ലി അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് ഇത്രയും കണക്ട് ചെയ്ത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു ഹീലിംഗ് വർക്ക് ഒക്കെ ചെയ്ത് നമ്മളുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം വളരെ ലൈറ്റ് വെയ്റ്റ് ആവും. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കടുപ്പം അല്ലെങ്കിൽ ആ ഒരു ബാഗേജ് ഹീലിംഗ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള നമ്മളുടെ ഉള്ളിൽ തറഞ്ഞു കിടക്കുന്ന പലതരത്തിലുമുള്ള വേദനകൾക്കെല്ലാം ഒരു ഹീലിംഗ് വന്നതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊരു വെയ്റ്റ്ലെസ് ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളുടെ ഓറ എന്ന് പറയുന്നത് വളരെ ശക്തമാവും. അല്ലെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ ലെവൽ എന്ന് പറയുന്നത് ഒരു ഹൈ വൈബ്രേഷൻ എനർജി ലെവലിലേക്കൊക്കെ നമ്മളെ തന്നെ ഒന്ന് റേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു സ്പിരിറ്റ് എനർജി എന്ന് പറയുന്നത് റേസ് ആവും. അപ്പോൾ ആ ഒരു ഓറ എന്ന് പറയുന്നത് വളരെ ശക്തവും വളരെ അട്രാക്റ്റീവും വളരെ മാഗ്നറ്റിക്കും ഒക്കെ ആവണമെങ്കിൽ അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹു യു ആർ, അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിസ്കവറി. ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്, എൻ്റെ വർത്ത് എന്താണ്. അപ്പോൾ അതിനെ കൂടുതലും മനസ്സിലാക്കിക്കൊണ്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്നെ ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് നിലനിർത്തണമെങ്കിൽ, ഏതൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾക്ക് മുന്നിലൊരു സിനേറിയോ വരുന്ന സമയത്ത് നമ്മളെ ഏത് രീതിയിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുകയും അതിനൊരു മാർക്ക് ഇടുകയും അതിന് ഒരുപാട് ഇംപ്രവൈസേഷൻ കൊണ്ടുവരണോ, 3 മാർക്കാണെങ്കിൽ അതിൽ നിന്ന് ഒരു 10 വരെയൊക്കെ എത്തിക്കണോ, അതോ 3-ൽ നിന്ന് താഴേക്ക് കൊണ്ടുപോകണോ എന്നുള്ളൊരു തീരുമാനമെടുത്ത് നമ്മൾക്ക് തന്നെ ഒരുപാട് സെൽഫ് ഡിസ്കവറി വരുത്തി വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്ന് റിലീസ് ചെയ്ത് കളഞ്ഞ് നമ്മളുടെ ഓൾഡ് വെർഷൻ, ഓൾഡ് പാറ്റേൺ, ബിഹേവിയറൽ പാറ്റേണിസം, ആ ഒരു രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ്സ്, അഡിക്ഷൻസ്, അതിനെയെല്ലാം നമ്മളൊന്ന് മാറ്റിക്കൊണ്ട് നമ്മളെ തന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ നമ്മൾ ആ ഒരു രീതിയിൽ സുസജ്ജമായിക്കൊണ്ട് നമ്മളെ ഒരു പുതിയ വെർഷനിലേക്ക് നമ്മൾ ഒന്ന് മാറ്റി ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഓറ എന്ന് പറയുന്നത് വളരെ ശക്തവും അത് വളരെ അട്രാക്റ്റീവും മാഗ്നറ്റിക്കും ഒക്കെ ആയി മാറാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ,
നമ്മളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ വരുന്ന ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കണ്ണ് എന്ന് പറയുമ്പോൾ അവരുടെ ആത്മാവിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ്. നമുക്ക് കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തി നാർസിസ്റ്റ് ആണോ, ടോക്സിക് ആണോ, ഈവിൾ എനർജി ഉള്ളതാണോ, ബാഡ് എനർജി ഉള്ളതാണോ, അല്ലെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം വേണോ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു സമാധാനം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ പോലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ പലതരത്തിലുള്ള സമസ്യയ്ക്ക് അതൊരു ഉത്തരമായി മാറും, സൊല്യൂഷൻ കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ വരുന്ന വ്യക്തികളാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആരെ നമ്മളുടെ കൂടെ നിർത്തണം, ആരെ നമ്മളുടെ കൂടെ നിർത്തണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നടന്നു നീങ്ങാൻ വേണ്ടി ഓരോരുത്തരെയും നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഒരു നാർസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബാഡ് എനർജി വഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അധിക നേരം നമ്മളുടെ അടുത്ത് നിൽക്കാൻ കഴിയില്ല. അത് അവർക്ക് വളരെയധികം ഇൻറ്റിമിഡേഷൻ അല്ലെങ്കിൽ ഒരു സ്കെയറി സിറ്റുവേഷനൊക്കെ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് അവർ കുറച്ചു നേരം നിന്നിട്ട് നമ്മളിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ഓറ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടും വളരെ അട്രാക്റ്റീവായിട്ടും വളരെ മാഗ്നറ്റിക്കുമായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആര് നമ്മളുടെ അടുത്ത് വന്നാലും അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ കോൺഫിഡൻസ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുക. സ്പിരിച്വൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ആത്മാവ് ഇരിക്കുന്ന ഒരു ക്ഷേത്രം പോലെ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഘടകമാണ്. ആത്മാവിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതാണ് മൈൻഡ്, ബോഡി, സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ശരീരത്തിനെ നമ്മളുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളെയും നമ്മൾ അതിലിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ സ്റ്റാഗ്നന്റ് പൊസിഷനിൽ നിൽക്കാതെ അതിൽ നിന്ന് ഹീലിംഗ് വർക്കൊക്കെ ചെയ്ത് ഫൊർഗീവ്നെസ് കൊടുത്ത് ലെറ്റ് ഗോ ചെയ്ത് അതിൽ നിന്നെല്ലാം നടന്നു നീങ്ങിക്കൊണ്ട് ഒരു പുതിയ വെർഷനിലേക്ക് മാറുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം പുറത്തേക്ക് പോയതിന് ശേഷം ഒരു പുതിയ വ്യക്തിയായി, ഒരു വെയ്റ്റ്ലെസ് ബോഡിയായി നമുക്ക് തന്നെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ഒരു 7-8 പ്രാവശ്യം ബ്രീത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വളരെ ഓക്കെ ആയി, എന്ത് നെഗറ്റിവിറ്റി വന്നാലും ഞാൻ വളരെ പോസിറ്റീവാണെന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലൊക്കെ എത്തിച്ചേരുന്ന ആ ഒരു രീതി എത്തുമ്പോൾ നമ്മൾക്ക് ഒരു സ്പിരിച്വൽ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് നട്ടല് നിവർത്തി നിൽക്കാനും വളരെ സ്റ്റേണായിട്ട് നിൽക്കാനും നമ്മളുടെ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും വളരെ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂട്ടി ലെവലിലേക്ക് നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ടും ഒക്കെ അത് സഹായിക്കുമ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ കോൺഫിഡൻസ് ആണ് ഉണ്ടാകുന്നത്. ആ സ്പിരിച്വൽ കോൺഫിഡൻസ് മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്കത് നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്യും, ചിലർക്കത് സ്കെയർ ചെയ്യും, ചിലർ നമ്മളെ സ്റ്റെയർ ചെയ്യും. ഏത് രീതിയായാലും ശരി തന്നെ അവിടെയെല്ലാം നിങ്ങളുടെ ആ ഒരു ഓറ എന്ന് പറയുന്നത് വളരെ മാഗ്നറ്റിക്കും വളരെ അട്രാക്റ്റീവുമായിട്ട് മറ്റുള്ളവർ നമ്മളുടെ എനർജിയിലേക്ക് നോക്കാനും ഫോക്കസ് ചെയ്യാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്കും ആ ഒരു സ്പിരിച്വലി കണക്ട് ചെയ്ത് പ്രപഞ്ചശക്തിയുമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഈ ചുറ്റിനുമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, വാർത്തകൾ, സമൂഹം എന്ന് പറയുന്നതിൽ നിന്നെല്ലാം ഒരു കംപ്ലീറ്റ് ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി അത് പ്രപഞ്ചശക്തി നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ലൈഫ് ലെസൺസ് തരാനാണോ, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ലൈഫ് ലെസൺസ് വെച്ച് നമ്മൾ ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവിടെ റെഡ് ഫ്ലാഗ് ആണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മളുടെ ചുറ്റിനുമുള്ള ആളുകളുടെ ഒന്നും നമ്മൾ പരാതി പറയാനോ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പെരുമാറിയെന്ന് ചോദിക്കാനോ ഒരു ജഡ്ജിമെൻ്റ് ആവാനോ ക്വസ്റ്റ്യനബിൾ ആവാനോ ഒന്നും നമ്മൾ പോകാതെ നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിയോട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് അതിനെ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മളുടെ സ്പിരിച്വൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാകുമ്പോൾ നമ്മളുടെ ഓറ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവും വളരെ മാഗ്നറ്റിക്കും വളരെ പവർഫുള്ളും ആയി മാറും. അപ്പോൾ നമ്മൾ വളരെ അൺസ്റ്റോപ്പബിൾ എന്നൊക്കെ പറയുന്ന ഒരു നിലവാരത്തിലേക്കൊക്കെ എത്തിച്ചേരും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ
ഉറക്കം എഴുന്നേറ്റ് നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മളൊരു വാചകം അതിൻ്റെ കൂടെ പറയുക. അതായത് ഞാൻ പ്രപഞ്ചശക്തിയുടെ ഒരു സൃഷ്ടിയാണ്, ക്രിയേഷനാണ്. അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം എൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷമായതുകൊണ്ട് ഞാൻ വളരെ പൂർണ്ണമാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്നിലേക്ക് എത്തിച്ചേരാൻ ഉള്ള എല്ലാവിധ ആ ഒരു വർത്തിനെസ് എനിക്കുണ്ട് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്താൽ നമുക്ക് പിന്നെ ആരുടെയും അടുത്ത് ഒന്നിനും ഒരു കോമ്പറ്റീഷന് വേണ്ടി പോകണ്ട, ആരുമായിട്ട് നമ്മളെ നമുക്ക് കമ്പയർ ചെയ്യണ്ട. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കെല്ലാം ഇങ്ങനത്തെ ഒരു ജീവിതവും, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു ജീവിതവും എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യണ്ട. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജന്മം തന്നതിന് പ്രപഞ്ചശക്തിയോട് നമുക്ക് ബ്ലെയിം ചെയ്യേണ്ട, കുറ്റം പറയേണ്ട, ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു വചനം പറഞ്ഞാൽ മതി. അതായത് ഞാൻ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് വളരെ പൂർണ്ണതയിലേക്ക് നിന്നുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നു. എനിക്ക് എൻ്റെ ആ ഒരു സോൾ ലെവലിൽ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷത്തിലേക്കും എൻ്റെ ജീവിതത്തിൽ എത്തണോ അത് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ എന്നിലേക്ക് വരാൻ ഞാൻ പൂർണ്ണമായും ആ ഒരു ലെവലിലേക്ക് എൻ്റെ ഹൈ വൈബ്രേഷൻ അല്ലെങ്കിൽ എൻ്റെ വൈബ്രേഷൻ അത്രയും ഉയർത്തി നിർത്തിയിരിക്കുന്നത് കൊണ്ട് അത് ലഭിക്കാനുള്ള എല്ലാ അവകാശവും എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചശക്തി എന്നിലേക്ക് സമയാസമയം തരും. കിട്ടുന്നില്ലയോ അതെനിക്ക് വേണ്ടാത്തതാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഓരോ ദിവസവും തുടങ്ങുക. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നിനോടും ഒരു പരാതിയോ ഒന്നിനോടും ഒരു കോമ്പറ്റീഷനോ ഒന്നുമില്ലാതെ നമുക്ക് സമയാസമയം നമുക്ക് റിസോഴ്സ്ഫുള്ളായിട്ട് കിട്ടുന്ന എല്ലാ കാര്യത്തിനും വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളും വളരെ അട്രാക്റ്റീവും വളരെ മാഗ്നറ്റിക്കും ഒക്കെ ആയിട്ട് മാറാനായിട്ട് അത് സഹായിക്കുന്നു. പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, വാർത്തകൾ, വ്യക്തികൾ, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷമായതുകൊണ്ട് എന്തൊരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വന്നാലും ഒരു 7-8 പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ചെയ്യുക. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, മൂക്കിലൂടെ ശ്വാസം എടുക്കുക, അത് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അത് നമ്മുടെ വായിലൂടെ നമ്മൾ പുറത്തേക്ക് എക്സൈൽ ചെയ്യുക. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മൂക്കിലൂടെ എടുക്കുന്ന ആ ഒരു ശ്വാസം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തി എനിക്ക് തരുന്ന ആ ഒരു ലൈഫ് എനർജി, ലൈഫ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ അത് ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ഫിൽറ്ററിങ് മെത്തേഡിലൊക്കെ നിന്നിട്ട് ഞാൻ എൻ്റെ വായിലൂടെ തിരിച്ചത് എക്സൈൽ ചെയ്യുമ്പോൾ എന്നിലുള്ള നെഗറ്റിവിറ്റി, എന്നിലുള്ള ഫിയർ, അല്ലെങ്കിൽ എന്നിലുള്ള ലിമിറ്റിംഗ് ബിലീവ്സ്, അല്ലെങ്കിൽ എന്നിലുള്ള ആ ഒരു തെറ്റായ രീതിയിലുള്ള ബിഹേവിയർ പാറ്റേണിസം, അതിൻ്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും ഒരു സ്റ്റാഗ്നന്റ് പൊസിഷനിൽ നിൽക്കാതെ നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ചു പോകാനായിട്ട് സാധിക്കുമെന്ന് മാത്രമല്ല, ഒരു കാര്യത്തിൻ്റെയും ഒരു വ്യക്തികൾ ചെയ്തതിൻ്റെയും ഇമ്പാക്റ്റ് നമ്മളുടെ ഉള്ളിലേക്ക് കയറില്ല. എല്ലാം നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ വെള്ളം പുറത്തൂടെ വീണ് അങ്ങ് വാർന്നു പോകുന്നത് പോലെ എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ അത് അപ്പോഴപ്പോഴ് ഒരു ഡ്യൂട്ടി ലെവലിൽ ഡിസിഷൻ എടുത്ത് ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്ങിനെ ഉയർത്തി വെച്ചുകൊണ്ട് നമ്മൾക്ക് നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുമ്പോൾ നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് വളരെ ശക്തവും വളരെ അട്രാക്റ്റീവും വളരെ മാഗ്നറ്റിക്കും ഒക്കെ ആയിരിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് പോലെ പല ആളുകളും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുക, ആരെ എൻ്റെ മുന്നിൽ കൂടുതൽ നേരം നിർത്തണം, ആരെ എൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് സർക്കിളിലേക്ക് അടുപ്പിക്കണം, ആരെ ഞാൻ ദൂരം മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ അടുത്ത് കുറച്ച് നേരം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പല സൈക്കിക് എബിലിറ്റീസിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആരെയാണ് അടുത്ത് നിർത്തേണ്ടത്, ആരെയാണ് അകലത്തിലേക്ക് നിർത്തേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മാർജിൻ സെറ്റ് ചെയ്ത് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അവരവരുടെ സ്ഥാനത്തേക്ക് നിർത്തിയാൽ നമ്മൾക്ക് എല്ലാവരുമായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഡിസിഷൻ എടുത്ത് ജീവിതത്തിനെ വളരെ ഭംഗിയോടെ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും. ആർക്കും വേണ്ടിയിട്ട്
നമ്മൾ ആരെയും നമ്മളുടെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെക്റ്റേഷനിലേക്ക് ആരെയും കൊണ്ടുവരേണ്ട, നമ്മളും ആ ഒരു രീതിയിൽ ആരുടെയും എക്സ്പെക്റ്റേഷനിലേക്ക് ചെന്ന് ചേരേണ്ട. അപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളുടെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഒക്കെ ശ്രമിക്കുമ്പോൾ, അത് സാധിക്കുമ്പോൾ, പ്രപഞ്ചശക്തി അത് ചെയ്തു തരുമ്പോൾ നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് വളരെ ശക്തവും വളരെ പവർഫുള്ളും വളരെ മാഗ്നറ്റിക്കും ഒക്കെ ആയി നിൽക്കാനായിട്ട്, നിങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കാനായിട്ടൊക്കെ അത് സഹായിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ പ്രധാനമായിട്ട് പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പീപ്പിൾ പ്ലീസർ ആവാൻ പാടില്ല. വളരെ ധൈര്യത്തോടു കൂടി വളരെ സ്റ്റേബിളായി നിന്നുകൊണ്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട്, എന്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ വന്നാലും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതിന് എന്താണ് നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് ലെവലിൽ തീരുമാനം വരുന്നത് അത് നമ്മൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ധൈര്യം സംഭരിക്കുക. അതല്ല പറയുന്നത് അത് എൻ്റെ ഇന്ന ആളല്ലേ, അല്ലെങ്കിൽ ബന്ധത്തിൽ ഇത്രയും നിൽക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ആളല്ലേ, അപ്പം എനിക്കങ്ങനെ പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ തീരുമാനങ്ങൾ ശക്തമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആ ഒരു തീരുമാനങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും എവിടെ യെസ് പറയണം, എവിടെ നോ പറയണം, എവിടെ മാർജിൻ സെറ്റ് ചെയ്യണം, എവിടെ ആൾക്കാരെ പ്ലേസ് ചെയ്യണം എന്നെല്ലാം കൃത്യമായിട്ട് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് ശ്വാസം മുട്ടില്ല. ഒരു കാര്യം വരുമ്പോൾ അതിന് കറക്റ്റായിട്ട് തീരുമാനം എടുക്കുമ്പോൾ 100 പേരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ച് എൻ്റെ അഭിപ്രായം താഴെ പോയി 100 പേരുടെ അഭിപ്രായം മുകളിൽ വന്ന് ഒരു കൺഫ്യൂഷണറി സ്റ്റേറ്റിൽ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് പൊസിഷനിൽ നിൽക്കാതെ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഒരു പീപ്പിൾ പ്ലീസർ ആവാതെ വളരെ ധൈര്യത്തോടു കൂടി നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും നമ്മൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനായിട്ടും ഒരു ശ്രമം നടത്തി വളരെ ധൈര്യമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോഴും നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് വളരെ ശക്തവും വളരെ അട്രാക്റ്റീവും, നിങ്ങൾ വളരെ മാഗ്നറ്റിക്കും, മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടും ഒക്കെ നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനമായിട്ടും ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫിസിക്കലി നമ്മളെ പ്ലേസ് ചെയ്യുന്ന ഒരു രീതി, അതായത് വളരെ വൃത്തിയുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കുക, ഡ്രസ്സുള്ള ആ ഒരു വസ്ത്രങ്ങൾ ധരിക്കുക, അതിന് ആപ്റ്റായിട്ടുള്ള നല്ല കളറ്, അതിനനുസരിച്ചുള്ള കളറും നല്ല പേഴ്സണാലിറ്റി ഒക്കെ വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ വളരെ കാമായിട്ട്, വളരെ ഡിസിപ്ലിനായിട്ട്, എത്ര വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വന്നാലും എല്ലാം പ്രപഞ്ചശക്തിയാണ്, ആ പ്രപഞ്ചശക്തി എന്നെ നോക്കിക്കോളും, ഒരിക്കലും കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത്, അതിലുപരി നിങ്ങളോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് വളരെ കാമായി, വളരെ സൈലൻ്റായി, അല്ലെങ്കിൽ വളരെ ഗ്രൗണ്ടഡായി നിന്നുകൊണ്ട് ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ നേരിടാനായിട്ട് ശ്രമിക്കുക. എടുത്തു ചാടി ഇമോഷൻസിനെ ഹൈ ആക്കിക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങളിലേക്ക് വരാതെ വളരെ കാമായിട്ട് ഇമോഷൻസിനെ താഴ്ത്തി വെച്ച് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴും പ്രപഞ്ചശക്തിയുടെ ഒരു ഗിഫ്റ്റാണ് അല്ലെങ്കിൽ ഒരു ക്രിയേഷനാണ് ഞാൻ. അപ്പോൾ അതിനെ എല്ലാത്തിനെയും ഒരു പൂർണ്ണതയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ എൻ്റെ മുന്നിലെത്തും, എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് രീതിയിൽ മുന്നേറേണ്ട കാര്യമില്ല, എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് എനിക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ വളരെ ഗ്രൗണ്ടഡായിട്ട് നിന്നുകൊണ്ട് ബ്രീതിങ് എക്സസൈസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് എപ്പോഴും വളരെ കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് നല്ല ഡിസിഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്ത് വലിയ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വന്നാലും വളരെ കാമായി നിന്നുകൊണ്ട് ഇൻഡ്യൂട്ടീവ് ലെവലിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്തുകൊണ്ട് നല്ല ഡിസിഷൻ അവിടെ നിന്ന് വരുന്നത് നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ആ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടൊക്കെ പോകുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ അൺസ്റ്റോപ്പബിളാവും. ആര് പറഞ്ഞാലും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ളൊരു നിലപാടും വ്യക്തിത്വവും ഉണ്ടായതുകൊണ്ട് ആ ഒരു രീതിയിലേ നമ്മൾ മുന്നേറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് നമ്മളെ ഒരിക്കലും ഇഷ്ടമല്ലാത്ത ആളുകൾ നമ്മളിൽ നിന്ന് ദൂരെ പോകും. നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും അന്ന് ഉള്ള രീതിയിൽ, അതിനുപരി പ്രപഞ്ചശക്തി എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവും വളരെ മാഗ്നറ്റിക്കും വളരെ പവർഫുള്ളായിട്ട് വയ്ക്കാനൊക്കെ ആയിട്ട് അത് സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.